ഹലോ എവ്രിവൺ, അക്സിമിസ് ആണ്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് SCERTയിലെ 9th ഇംഗ്ലീഷ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. അസ്പെക്ട് ആണ്. യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ റേസ് ആണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് സെക്ഷൻ ഉണ്ട്. നമുക്ക് അത് ആദ്യം നോക്കാം. At the end of a game or a sporting event, we usually appreciate the winner or the record breaker. അതായത് ഒരു ഗെയിമിന്റെയോ സ്പോർട്ടിംഗ് ഇവന്റിന്റെയോ അവസാനത്തിൽ നമ്മൾ സാധാരണയായി അഭിനന്ദിക്കുന്നത് വിജയിയെയോ അതോ റെക്കോർഡ് ബ്രേക്കറിനെയോ ആണ്. Shouldn't we encourage the ലോസേഴ്സിനെ കൂടെ, അതായത് പരാജയപ്പെട്ടവരെ കൂടെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലേ? Let's see what happens in this story. Read on. നമുക്ക് ഈ കഥയിൽ എന്താ നടക്കുന്നത് നോക്കാം. ചാപ്റ്ററിന്റെ പേര് ദി റേസ്. ഓദർ നിഷ പഞ്ചാബിയാണ്. കഥയിലേക്ക് കടക്കാം. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡന്റ്. തരുൺ ഒരു ശരാശരി സ്റ്റുഡന്റ് ആയിരുന്നു. അതായത് ആവറേജ് അല്ല, അങ്ങനെയല്ല, അത്ര പഠിക്കാൻ അത്രക്ക് കഴിവില്ലാത്തൊരു കുട്ടിയായിരുന്നു. ഹിസ് grades could barely satisfy his parents. അവന്റെ മാർക്കുകളെ അവന്റെ അച്ഛനമ്മമാരെ, അതായത് അവന്റെ പാരന്റ്സിനെ അത്രക്ക് അങ്ങ് സുഖിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അത്രക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിന്റർ ഓർ ഈവൻ ആൻ ആക്ടർ. അവൻ, അതായത് തരുൺ, നല്ലൊരു പാട്ടുകാരനോ ഡാൻസ് കളിക്കുന്നവനോ ചിത്രകാരനോ നല്ലൊരു അഭിനയ ജേതാവോ ആയിരുന്നില്ല. He always thought of himself as the black sheep of the family. അവനെ കുറിച്ച് തന്നെ എപ്പോഴും ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, അതൊരു ഇഡിയമാണ്. അതായത് നമ്മൾ ക്രൊക്കഡൈൽ ടിയേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ, മുതലക്കണ്ണീര്, അങ്ങനെ ഒരുപാട് നമ്മൾ എടുത്തു പറയാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെ യൂസ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ഹിസ് എൽഡർ ബ്രദർ who was pursuing a degree in engineering from a reputed college always made the family proud. His elder brother, അവന്റെ വലിയ ഏട്ടൻ, അതായത് അവന്റെ ഏട്ടൻ, who was pursuing a degree in engineering, അവർ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ, അതായത് നല്ലൊരു എഞ്ചിനീയറിംഗ് ചെയ്യുന്നത് അവന്റെ ഫാമിലിനെ ഓൾവേസ് പ്രൗഡ് ആക്കി നിർത്തിയിരുന്നു. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ തരുൺ അതുപോലെ ഒന്നിലും അത്രക്ക് ഗുഡ് ആയിരുന്നില്ല. However, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരാം. However, he was blessed with the strength of a great athlete. എന്നിരുന്നാലും അവന് നല്ലൊരു അത്ലറ്റിന്റെ സ്ട്രെങ്ത് കൊടുത്ത്, അതായത് അവന്റെ ഉള്ളിലുള്ള ഒരു അത്ലറ്റിന്റെ പവർ അതിന്റെ ഉള്ളിലെ അനുഗ്രഹമായിട്ട് കിട്ടിയിരുന്നു അവന്. He was an excellent runner. അവനൊരു നല്ല ഓട്ടക്കാരനായിരുന്നു. He would run for hours. അവന് മണിക്കൂറുകളോളം ഓടുമായിരുന്നു. Be it day or night, രാത്രിയോ രാവിലെയോ എന്നില്ലാതെ. Whenever he felt sad and lonely, അവൻ എപ്പോഴെങ്കിലും സങ്കടമോ ഒറ്റപ്പെടലോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ, he exhausted himself by running. അവനെ തന്നെ ഓടുക വഴി ക്ഷീണിപ്പിക്കുമായിരുന്നു, അതായത് സമാധാനിപ്പിക്കുമായിരുന്നു. Thus releasing all his pent up emotions. അതായത് പിടിച്ചു വെച്ചിരുന്ന അവന്റെ ഇമോഷൻസിനെ റിലീസ് ചെയ്തുകൊണ്ട് അവനെ തന്നെ ഓട്ടത്തിലൂടെ സമാധാനപ്പെടുത്തുമായിരുന്നു. At times he would miss his school bus and would then run to school. അവൻ എപ്പോഴെങ്കിലും ബസ് മിസ് ചെയ്യുകയാണെങ്കിൽ, അവന്റെ സ്കൂളിലേക്ക് പോകാനുള്ള സ്കൂൾ ബസ് മിസ് ചെയ്യുകയാണെങ്കിൽ അവന് ഓടുമായിരുന്നു സ്കൂളിലോട്ട് ബസിന്റെ കൂടെ. Which was 5 miles away from his home. അതായത് 5 miles away ഉള്ള അവന്റെ സ്കൂളിലേക്ക്, വീട്ടിൽ നിന്നും 5 miles അകലെയുള്ള അവന്റെ സ്കൂളിലേക്ക് അവൻ ഓടുമായിരുന്നു. He just had one dream to become the fastest runner in the world. അവന് ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം, സ്വപ്നം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. Tarun did not know how to achieve his dream. അവന് അറിയില്ലായിരുന്നു അതിലേക്ക് എങ്ങനെ എത്തിപ്പെടുക, അല്ലെങ്കിൽ അവന്റെ ആഗ്രഹത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടുക എന്നുള്ളത് അവന് അറിയില്ലായിരുന്നു. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. അവന്റെ പാരന്റ്സിനാണെങ്കിൽ
അവന് നല്ല പോലെ പഠിച്ച് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല പോലെ നടക്കണം എന്ന പോലെ ആയിരുന്നു. അതാണെങ്കിൽ അവൻ ഒരിക്കലും വിച്ച് ഹി നെവർ ഡിഡ്, അവൻ ഒരിക്കലും ചെയ്തതുമില്ല. ഓൺ ദ അതർ ഹാൻഡ് ഹി ബിലോങ്ഡ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. അവനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെയാണ്, അതായത് അത്രക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയാ. ആൻഡ് തരുൺ ന്യൂ ദാറ്റ്, അത് തരുണിന് അറിയുമായിരുന്നു. ടു അച്ചീവ് ഹിസ് ഡ്രീം ഹി നീഡഡ് ആൻ ഇന്റൻസീവ് ട്രെയിനിങ്. അവന് നല്ലൊരു ട്രെയിനിങ് വേണമായിരുന്നു അവന്റെ സ്വപ്നത്തിലേക്ക് എത്താൻ. അതായത് അവന്റെ സ്വപ്നമായ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ് ആവണമെങ്കിൽ അവന് നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് വേണമായിരുന്നു. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. അതിനുള്ള ഫീ, അതായത് അതിന് കൊടുക്കേണ്ടി വരുന്ന, അതിന് പിഴയായി നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് അവന്റെ ഫാമിലിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. When Tarun failed in his terminal examinations, his father was very angry with him. അവന്റെ ടെർമിനൽ എക്സാമിനേഷൻസിൽ പരാജയപ്പെട്ടപ്പോ അവന്റെ അച്ഛൻ അവനോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവന്റെ കൂട്ടുകാരും അവനെ വെച്ച് കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. ആ ദിവസമായിരുന്നു അവന്റെ മെമ്മറിയിൽ നിന്നും എടുത്തു മാറ്റേണ്ട, വൈപ്പ് ഔട്ട് ചെയ്യേണ്ട ദിവസം. And so he took to running. He ran all around the park. അവൻ അന്ന് പാർക്കിലൂടെ ഒരുപാട് ഓടി. The sun beat down to check his rage, but nothing could stop Tarun. അതായത് സൂര്യൻ അവനോട് മത്സരിച്ചു, എത്രത്തോളം ചൂട് കൊടുത്ത് അവനെ തളർത്താൻ പറ്റുമോ എന്നുള്ള പോലെ. ബട്ട് അതിനൊന്നും അവനെ നിർത്താൻ പറ്റിയില്ല. After about an hour, he was fully exhausted and his fury having subsided. After about an hour, കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം he was fully exhausted, അവൻ പൂർണ്ണമായും തളർന്നു. ആൻഡ് ഹിസ് ഫ്യൂറി, അവന്റെ ദേഷ്യം, വൈരാഗ്യം, അങ്ങനെയുള്ള എല്ലാ ഫീലിങ്സും ഹാവിങ് സബ്സൈഡഡ്, ഒന്ന് കുറഞ്ഞു. He threw himself on a bench and started panting heavily. അവനെ അടുത്തുണ്ടായിരുന്ന ഒരു ബെഞ്ചിലേക്ക് എറിഞ്ഞു, അതായത് അവൻ അവിടെ പോയി അങ്ങ് വീണു, അങ്ങനെ അങ്ങ് പറയാം. ആൻഡ് സ്റ്റാർട്ടഡ് പാന്റിങ് ഹെവിലി, അതായത് കിതക്കാൻ തുടങ്ങി. ഭയങ്കര, നമ്മൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിതക്കൂലേ, അങ്ങനെ കിതക്കാൻ തുടങ്ങി. നമുക്ക് അടുത്ത പേജിലോട്ട് പോയിട്ടുണ്ട്. Suddenly he heard a voice at his elbow. What is it, son? പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു. അറ്റ് ഹിസ് എൽബോ, അവന്റെ എൽബോയുടെ സൈഡിൽ നിന്ന് അവനൊരു ഒച്ച കേട്ടു. വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താ മോനെ, എന്താ പറ്റിയത് മോനെ? അങ്ങനെ. Tarun turned to his left and there sat a man of about 60. തരുൺ അവന്റെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞപ്പോ അവിടെ ഒരു മാൻ ഇരിക്കുന്നുണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അബൌട്ട് 60, 60 വയസ്സിന്റെ അടുത്തുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. തരുൺ പറഞ്ഞു, I failed in 2 subjects. He replied in a depressed tone. ഞാൻ 2 വിഷയങ്ങളിൽ പരാജയപ്പെട്ടു. അവനൊരു ഡിപ്രസ്ഡ്, അതായത് നിരാശനായ, ഒരു തളർന്ന ശബ്ദത്തിൽ അവൻ അങ്ങനെ പറഞ്ഞു. The man smiled sympathetically and said, അയാള്, അതായത് ആ മനുഷ്യന് ഒരു ഒരു ദയനീയമായ ഒരു അവസ്ഥയിൽ അവനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ലൈഫ് ഫുള്ളും, ജീവിതം നിറച്ചും ഉയർച്ചകളും താഴ്ചകളുമാണ്. അല്ലാതെ, അതായത് അതിലൊരു നേരെ ഉയർച്ചകൾ മാത്രമല്ല, ജീവിതത്തില് താഴ്ചകൾ ഉണ്ട് എന്നുള്ള പോലെ അവന് മനസ്സിലാക്കി കൊടുത്തു. By the way, I am Ram Narayan and you are one of the best runners I have ever seen. ആ മനുഷ്യനെ അയാളെ തന്നെ പരിചയപ്പെടുത്തി. I am Ram Narayan, ഞാൻ റാം നാരായണനാണ്. ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണർ I have ever seen. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല
ഓട്ടക്കാരിൽ ഒരുവനാണ് നീ. റാം അത് കേട്ട തരുൺ, റാം രാം നാരായൺ ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കാണ്, രാം നാരായണൻ ആർ യു ദ സെയിം റാം നാരായണൻ who won an Olympic medal in the 400-meter race in the 190-16s? Tarun could not hide his excitement. Tarun ചോദിക്കുക, ആർ യു ദ സെയിം റാം നാരായണൻ, നിങ്ങൾ തന്നെയാണോ who won an Olympic medal, ഒരു ഒളിമ്പിക് മെഡൽ കരസ്ഥമാക്കിയ, അതും 400-meter race in 190-60s? Tarun could not hide his excitement. അവന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിനെ തടുത്തു നിർത്താനായില്ല. ആ എക്സൈറ്റ്മെന്റിൽ തന്നെ അവൻ അങ്ങ് ചോദിച്ചു. രാം നാരായണൻ പറഞ്ഞു, യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. ഒരു തട്ടലില്ലേ, നമ്മൾ ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ടൊക്കെ പാറ്റ്, അതാണ് പാറ്റ്. യെസ് എന്നും പാറ്റിങ്ങിലൂടെ, അതായത് ഇങ്ങനെ തട്ടിയിട്ട് യെസ് എന്ന് പറഞ്ഞു. തരുൺ വാസ് ഡാസിൽഡ്. അവനാകെ അന്തം വിട്ടു. സൺ, I have been watching you for the past 45 minutes. മകനെ, ഞാൻ നിന്നെ കഴിഞ്ഞ 45 മിനിറ്റ് ആയിട്ട് നോക്കി നിൽക്കുവാണ്, അതായത് ശ്രദ്ധിക്കുകയാണ്. കണ്ടിന്യൂഡ് രാം നാരായണൻ. രാം നാരായണൻ തുടർന്നു. And I see a good future in you. ഞാൻ നിന്നിൽ ഒരു നല്ല ഭാവി കാണുന്നു. Tarun could not help but blush. അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അവന് ആകെ ബ്ലഷായി, അവനാകെ ഷോക്കായ പോലെ ഇരുന്നു. All you need to do is keep that passion burning in you and never give up. നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിന്റെ ഉള്ളിലുള്ള റണ്ണർ ആവണം എന്നുള്ള പാഷൻ, ആ കത്തി ജ്വലിക്കുന്ന ആ പാഷനെ നിന്നിൽ കീപ്പ് ചെയ്യുക. നിന്റെ കൂടെ തന്നെ കീപ്പ് ചെയ്തിട്ട് നെവർ ഗിവ് അപ്പ്, വിട്ടുകൊടുക്കരുത്, അതിനു വേണ്ടി പ്രയത്നിക്കുക. അങ്ങനെ പറഞ്ഞു. ആൻഡ് ചോദിച്ചു, ഹാവ് ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ? നീ ട്രെയിനിങ് സ്കൂളിലെങ്ങാനും ജോയിൻ ചേർന്നോ? ദ മാൻ എൻക്വയർഡ്. അയാൾ ചോദിച്ചു, അതായത് രാം നാരായണൻ ചോദിച്ചു. Tarun's smile faded and he seemed distraught. തരുണിന്റെ ചിരി, ആ പുഞ്ചിരി മാഞ്ഞു. and he seemed distraught. അവന് തളർന്ന, ഒരു വികാരമില്ലാത്ത പോലെയായി. A training school is very expensive, sir, and I am unemployed, said Tarun. അതിന് തരുൺ റിപ്ലൈ ചെയ്തു, A training school is very expensive. ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സർ, ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ ജോലി ഇല്ലാത്തവനുമാണ്. സർ തരുൺ പറഞ്ഞു. ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റൻസ്. ഈ അവസ്ഥയിലും ഈ ഒരു സിറ്റുവേഷനിലും അവന് തമാശ ജോക്ക് അടിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതിൽ ആലോചിച്ച് ചിരിച്ചു. അങ്ങനെ ഒരു ഇതിലായി. ബട്ട് രാം നാരായൺ സീംഡ് പ്രെറ്റി സീരിയസ്. ബട്ട് രാം നാരായൺ കുറച്ച് സീരിയസ് ആയിട്ട് തോന്നി. I will train you if you want, but I put forward a condition. രാം നാരായൺ പറഞ്ഞു, എന്നിട്ട് ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം നിനക്ക് വേണമെങ്കിൽ, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. But I put forward a condition. എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞു. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺ ചോദിച്ചു. തരുൺസ് വോയിസ് ഷോവ്ഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. തരുണിന്റെ ശബ്ദം നമുക്ക് ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും കാണിച്ചു. അതായത് ക്യൂരിയോസിറ്റി എന്താകും, എങ്ങനെ, ആ ഒരു ഇതും, ആങ്സൈറ്റി, ഉത്കണ്ഠ, അത് ഷോ ആയിരുന്നു അവന്റെ ശബ്ദത്തിൽ. There is a race on Children's Day at Nehru Stadium. നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേ അന്ന് ഒരു റേസ് ഉണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് there. നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ മത്സരിക്കാൻ വരും. If you participate and win that race, നീ അവിടെ പങ്കെടുക്കുകയും
ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. ഞാൻ നിനക്ക് വാക്ക് തരാം, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുമെന്ന്. സെഡ് രാംനാരായണൻ. രാംനാരായണൻ പറഞ്ഞു. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. തരുൺ പറഞ്ഞു. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. അതൊരു വലിയ കാര്യമല്ല. ഐ ക്യാൻ ഡു ഇറ്റ്. ഞാൻ ചെയ്തോളാം. ക്യാൻ ഐ? കഴിയില്ലേ? തൗട്ട് തരുൺ. തരുൺ ചിന്തിച്ചു. ഐ വിൽ സർ. തരുൺ റിപ്ലൈഡ്. ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പറ്റും. ഞാൻ ആ ഒരു ടോണിൽ അവൻ പറഞ്ഞു. He heard himself saying with complete conviction. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിഷനിലാണ് അവൻ അങ്ങനെ പറഞ്ഞത്. Fine boy, it is my job to get you entry in the race and remember, yours to win it. Tell me, what is your name? Fine boy. Oh, കുഴപ്പമില്ല. It is my job to get you entry in the race and remember. നിന്നെ ആ റേസിലേക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ളത് എന്റെ ജോബാണ്. ആൻഡ് റിമെമ്പർ, യോഴ്സ് ടു വിൻ ഇറ്റ്. നീ അതിൽ ജയിക്കണം, അത് നീ ഓർക്കണം. നീ അതിൽ ജയിക്കേണ്ടതാണ്. ടെൽ മീ, പറ. വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താ? ആസ്ക്ഡ് രാംനാരായൺ. തരുൺ കപൂർ സർ, ഹി റിപ്ലൈഡ്. അവന്റെ പേര് തരുൺ കപൂർ ആണെന്ന് അവൻ പറഞ്ഞു. തരുൺ, I will meet you here after 5 days to give you your participation card. Tarun, I will meet you here after 5 days. ഞാൻ നിന്നെ ഇവിടെ വെച്ച് 5 ദിവസങ്ങൾക്ക് ശേഷം കാണാം. എന്തിന്? To give you your participation card. നിന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് തരാൻ വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ വെച്ച് 5 ദിവസം കഴിഞ്ഞിട്ട് കാണാം. All the best, said രാംനാരായൺ and left. രാംനാരായൺ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. On the way home, Tarun thought that if his father had not scolded him, അവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി വെച്ച് Tarun thought that, അവൻ ആലോചിക്കുകയായിരുന്നു, if his father had not scolded him, അവനെ ഇക്കാര്യം പറഞ്ഞ് ചീത്ത പറയാതിരുന്നെങ്കിൽ, he wouldn't have got this opportunity. അതായത് ഈ അവന്റെ മാർക്ക് കുറഞ്ഞ കാരണം കൊണ്ട് അവനെ ചീത്ത പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൻ ഈ അവസരം കിട്ടില്ലായിരുന്നു. അതായത് അവന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ പാർക്കിൽ പോയി ഓടുകയും അവന്റെ ഉള്ളിലുള്ള ആ വീര്യം ഫുള്ള് എടുത്ത് ഓടി കാണിച്ച് രാംനാരായണനെ അവൻ അറിയാതെ കൂടെ ഇംപ്രസ് ചെയ്യാൻ അവന് കഴിയില്ലായിരുന്നു. ഓക്കെ. The next day brought a new ray of hope. Tarun got up early. The next day brought a new ray of hope. പിറ്റേ ദിവസം അവന്റെ ഉള്ളിലേക്ക് ഒരു പുതിയ കിരണി, അതായത് പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ അവന്റെ ഉള്ളിലേക്ക് പതിച്ചു. അതായത് അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് പുതിയ ഒരു തരുണായിട്ട് അവൻ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റു. തരുൺ got up early, had milk, and before his mother could finish her query on what he was up to, അവന് പാല് കുടിച്ചു. Before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium. അവന്റെ അമ്മ സ്കോൾഡ് ചെയ്യുന്നതിന്റെ മുന്നേ, അതായത് അവൻ എന്താണ് അവന്റെ എന്നുള്ളതിന്റെ ഇതാക്കുന്നതിന് മുന്നേ അവൻ he ran out and went to the Nehru Stadium. അവൻ ആ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഓടിച്ചെന്നു. To check the details of the race. ആ റേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ട് ഓടി. He was very happy indeed. അവൻ വളരെ ഹാപ്പി ആയിരുന്നു. Tarun started practicing zealously. അവൻ ഉത്സാഹത്തോടെ പ്രാക്ടീസിങ് തുടങ്ങി. അതായത് ഭയങ്കര ഉത്സാഹത്തോടെ സന്തോഷത്തോടെ അവന്റെ പ്രാക്ടീസിങ് തുടങ്ങി. Every day, എല്ലാ ദിവസവും he would get up at 4 in the morning and run up to 10 miles. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് അവൻ എണീക്കുകയും ഓടാൻ പോവുകയും ചെയ്യും. അതും 10 miles അവന് രാവിലെ എണീറ്റ് ഓടുമായിരുന്നു. In the evenings, ഇനി വൈകുന്നേരം ആവട്ടെ, he would time himself according to the
1000 meter distance prescribed by the competition. He wanted everything to be perfect. He wanted everything to be perfect. അവനെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്നുണ്ടായിരുന്നു. It was for the first time in his life that he was demanding such perfection in things he did. It was for the first time in his life. അത് അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. He was demanding such perfection in things he did. അതായത് അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പെർഫെക്ഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അവന്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു. അതായത് അവന്റെ കാര്യങ്ങളിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന ചിന്ത അവന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് ആദ്യമായിട്ടായിരുന്നു. He thought, അവൻ ആലോചിച്ചു. He also wanted someone to back him up and so he told everything to his mother. അവന് ഒരാള് വേണമായിരുന്നു അവനെ താങ്ങാൻ, അല്ലാതെ അതായത് അവന്റെ കാര്യങ്ങൾ അറിയാൻ, എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ട് അവന് എല്ലാ കാര്യങ്ങളും അവന്റെ അമ്മയോട് പറഞ്ഞു. Tarun practiced vigorously for 5 days. ഒരു ഇത് കഠിനാധ്വാനം പോലെ അവന് അവന്റെ ഇഷ്ടത്തോടു കൂടെ അവന് പ്രാക്ടീസ് ചെയ്തു. എല്ലാ ദിവസവും ഫോർ 5 days, 5 ദിവസം അവന് കണ്ടിന്യൂസ് ആയിട്ട് നല്ല പോലെ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദെൻ promptly met Ramnaran to collect his participation card. അവന് വെയിറ്റ് ചെയ്തു to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. അവൻ ആ പീസ് ഓഫ് പേപ്പറിലേക്ക് തുറിച്ചു നോക്കി. ഗേസ്ഡ് തുറിച്ചു നോക്കി. ഹിസ് നെയിം ഹാസ് ബീൻ പ്രിന്റഡ് ബോൾഡ്ലി. കട്ടിയായ അവന്റെ പേരുള്ള ആ പേപ്പറിലേക്ക് അവൻ നോക്കി നിന്നു. അതായത് കുറച്ചു നേരം ഇങ്ങനെ നോക്കി. ഇറ്റ് മീൻസ് സോ മച്ച് ടു ഹിം. അത് അവന് വലിയൊരു കാര്യമായി. However hard I must win in this race, thought he. എത്ര കഠിനമായാലും ഞാൻ ഈ റേസ് ജയിക്കും, ഓർ ജയിച്ചേ ആവണം, അങ്ങനെ അവൻ ആലോചിച്ചു. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. അവന്റെ അച്ഛന് കാണിച്ചു കൊടുക്കണം എന്ന് തോന്നി. അതായത് അവന് ഈ കുടുംബത്തിലെ ബ്ലാക്ക് ഷീപ്പ് മാത്രമല്ല, he could be good at something at least. അവന് ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഗുഡ് ആയിരിക്കാൻ, നല്ലതായിരിക്കാൻ അവന് കഴിയുമെന്നത് അവന്റെ അച്ഛന് അവന് കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇറ്റ് വാസ് 14th November. അത് 14th November ആയിരുന്നു. Bowing low for the blessings of his mother. അവന് അവന്റെ അമ്മയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കുനിഞ്ഞു. Tarun pedaled away to the stadium. അവൻ സ്റ്റേഡിയത്തിലേക്ക് കുതിച്ചു. There was a huge crowd waiting to go inside. അവിടെ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. To go inside. ആ സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റിംഗിലായിരുന്നു. Tarun entered the office where a signboard read participants only. Tarun ഒരു ഓഫീസിന്റെ അകത്ത് കയറി. അവിടെ പുറത്ത് എഴുതിയിരുന്നു, ആ സൈൻ ബോർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു, പാർട്ടിസിപ്പൻസ് ഓൺലി. അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. വിത്ത് ഹിസ് ഹാർട്ട് ബീറ്റിംഗ് ഫാസ്റ്റർ എവറി സെക്കൻഡ്. കിതക്കുന്ന, അതായത് തുടിക്കുന്ന ഹൃദയം, വേഗത്തിൽ തുടിക്കുന്ന ഹൃദയമായിട്ടാണ് അവൻ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇൻസൈഡ് there were about 50 participants waiting for the race to begin. അതിനകത്ത് ഒരു 50 പാർട്ടിസിപ്പൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ റേസ് ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. He felt someone patting him on the shoulders. അവൻ അവന്റെ ഷോൾഡറിൽ ആരോ തട്ടുന്നതായിട്ട് തോന്നി. ഹലോ തരുൺ. It was Ramnaran. അത് രാംനാരായൺ ആയിരുന്നു. All the best, he said affectionately. ഒരു ഇതില് ഒരു പ്രൗഡായിട്ടോ അങ്ങനെ ഒരു ഇതില് ആ ഒരു
നീ നേടണം എന്നുള്ള പോലെ അവനോട് അത് പറഞ്ഞു. ടരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ വേർഡ്. അവൻ തരുൺ രാംനാരായണനെ നോക്കി ചിരിച്ചു, പക്ഷെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. അവൻ ആകെ പേടിച്ച് ഒന്ന് പേടിച്ചു തുടങ്ങിയിരുന്നു. അതായത് ആദ്യമായിട്ട് ഇക്കാര്യം അവന് ഓട്ടത്തിന്റെ കാര്യത്തിലൊക്കെ ആ ഒരു ഫീല് വരുന്നത്. കാരണം ഇറ്റ്സ് എ ബിഗ് റേസ്, അവന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇവന്റ് ആണത്. അപ്പൊ അവൻ അങ്ങനെ ഒരു ഫീല് ഉണ്ടായതാവാം. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. പാർട്ടിസിപ്പൻസ് എല്ലാവരും വരിക്ക് നിന്നു. എവറി ഫേസ് ഗ്ലിറ്റർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. എല്ലാവരുടെയും ഫേസ് തിളങ്ങുന്നുണ്ടായിരുന്നു വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. ആ റേസിൽ വിജയിക്കുന്നതിന്റെ ആ ഒരു തിളക്കം മുഖത്ത് എല്ലാവരുടെ ഫേസിലും ഉണ്ടായിരുന്നു. അത് ആ ഒരു ഹോപ്പ്. Each one of them had his family and his friends in the stands to cheer for him. അവരിൽ ഓരോരുത്തരും അവരുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും അവനക്ക് വേണ്ടി ചീർ ചെയ്യാൻ വേണ്ടി, അതായത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ടു ഹിസ് അമേസ്മെന്റ്, ടരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. അവന്റെ പക്ഷത്ത് ആരുണ്ട് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ അമ്മ അവന്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നതായിട്ട് അവൻ കാണുന്നു. The fear in his eyes gave way to confidence. അവന്റെ കണ്ണിലുള്ള ആ ഭയം അത് അവന് ആത്മവിശ്വാസമായി മാറി തുടങ്ങി. The whistle blew and all the participants started off with all their might. വിസിൽ ബ്ലൂ ചെയ്യുന്നു, വിസിൽ അടിക്കുന്നു, അതായത് അവർ ഓടാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോ അവരുടെ ചുറ്റും നോക്കുമ്പോൾ അവർക്ക് വേണ്ടി ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ ഓട്ടക്കാർക്കും വേണ്ടിയിട്ട് ചിയറപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും ഒച്ച ഉണ്ടാക്കുന്നു, എല്ലാം ഉണ്ട്. അവന്റെ ഭാഗത്ത് ആരാ നോക്കുമ്പോ അവന്റെ അമ്മയുണ്ട്. അവൻ അതന്നെ മതി. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന കണ്ണിൽ കണ്ടിരുന്ന പേടി അത് മാറി, അവന്റെ കോൺഫിഡന്റ് ആയി, അവന്റെ ആത്മവിശ്വാസമായി. പിന്നെ വിസിലടിക്കുന്നു, എല്ലാവരും സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദെയർ മൈറ്റ്. അവരെല്ലാവരും അവരുടെ എല്ലാ എനർജി എടുത്ത് ഓടാൻ തുടങ്ങി. They were all determined to be the winner of the race. അവരെല്ലാവരും മനസ്സിൽ വിചാരിച്ചിരുന്നത്, അത് ആഗ്രഹിച്ചിരുന്നത് വിന്നർ ഓഫ് ദ റേസ് ആവണം എന്നായിരുന്നു. അത് എല്ലാവരും ഏതൊരു റേസിന് പോകുമ്പോഴും ഞാൻ വിജയി ആവണം എന്നൊരു മൈൻഡ് സെറ്റോടെയാണല്ലോ പോവാ. ഇൻ ദ ലീഡ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദ ഓൾ Tarun. Seeing himself ahead of everybody, Tarun felt very proud of him. ലീഡ് ആയിട്ട് നിൽക്കുന്നത് തരുൺ തന്നെയായിരുന്നു. അതായത് ഓട്ടത്തിൽ ഏറ്റവും മുന്നിലായിട്ട് ഉണ്ടായിരുന്നത് തരുൺ തന്നെയായിരുന്നു. എല്ലാവരെക്കാളും മുന്നിലെ അവനെ കാണുമ്പോൾ അവന് തന്നെ അവനോട് പ്രൗഡ് തോന്നിയിരുന്നു. അവനെ തന്നെ പ്രൗഡ് ഹിംസെൽഫ് എന്നാണ് അവനെ വിശേഷിപ്പിക്കുന്നത്. അതായത് അവനോട് തന്നെ അഭിമാനം തോന്നുകയാണ്, നീ ഇത് സാധിച്ചല്ലോ എന്ന പോലെ. On the track, there was a shallow path. As he was running fast, he did not notice that and he slipped. On the track, there was a shallow path. ആ ട്രാക്കിൽ ഒരു ഗ്യാപ്പ് പോലെ, അതായത് ഇങ്ങനെ തട്ടിത്തടഞ്ഞ വീഴുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. As he was running fast, Tarun did not notice that and he slipped. അവൻ ഈ അഭിമാനിച്ച് ഓടി അത്രക്ക് ഇതിൽ ഓടി വരുന്നതിന്റെ ഇടയിൽ അവൻ അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. അതോടുകൂടെ തട്ടിത്തടഞ്ഞു വീണു. അതും തട്ടിത്തടഞ്ഞു വീണ് അവിടെ കിടക്കുമ്പോ അവന് ബ്രീത്തിങ് ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. He saw the other kids going past him. അവന്റെ പുറകിലുണ്ടായിരുന്ന കുട്ടികൾ അവനെ പാസ് ചെയ്തു പോകുന്നത് അവൻ കണ്ടു. He could not be a loser today. അവന് ഇന്നൊരു അതായത് പരാജയപ്പെട്ടവനായിട്ട് നിൽക്കാൻ പറ്റില്ല. And so without wasting a second, ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ he got up to run once more. അവൻ എഴുന്നേറ്റു,
ഒന്നുകൂടെ ഓടാൻ തുടങ്ങി. ബീയിങ് ക്വിക്ക്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ടരുൺ ഓവർടുക്ക് എ ഫ്യൂ കിഡ്സ് അഹെഡ് ഓഫ് ഹിം. ടരുൺ ഓരോ കുട്ടി കുറച്ച് അതിൽ അവന്റെ കൂടെ ഓടാനുണ്ടായിരുന്ന കുറച്ച് കുട്ടികളെ അവനെ ഓവർടേക്ക് ചെയ്തിട്ട് കടന്നുപോയി. ബട്ട് ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ്, ഹി സ്ലിപ്ഡ് വൺസ് അഗെയിൻ. പക്ഷേ വിധി എന്ന് പറയാം, വിധി എന്ന പോലെ ഹി സ്ലിപ്ഡ് വൺസ് അഗെയിൻ, അവൻ ഒരു പ്രാവശ്യം കൂടെ വീണു. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? എന്താണ് അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹി കുഡ് നോട്ട് ബിയർ ഇറ്റ്. ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് ആൻഡ് സോ ഹിസ് മദർ. അവന് എന്താ സംഭവിക്കുന്നത് എന്ന് അവന് പോലും മനസ്സിലാവുന്നില്ല. ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് ആൻഡ് സോ ഹിസ് മദർ. അവൻ ആ ആൾക്കൂട്ടത്തിലേക്ക് നോക്കുമ്പോൾ അവൻ അവന്റെ അമ്മയെ കാണുന്നു. ഷി വാസ് സേയിങ് സംതിങ് ടു ഹിം. അമ്മ അവനോട് എന്തോ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാ ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. അവന്റെ അമ്മ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്, എന്റെ മകനെ എണീറ്റ് ഓട്. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. തരുൺ ഒരിക്കൽ കൂടെ എണീറ്റു. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. അവൻ അവസാനത്തിലുള്ള കുറച്ചു പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അവൻ വിട്ടുകൊടുക്കാൻ റെഡി അല്ലായിരുന്നു. അവൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയിലായിരുന്നു. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. വീണ്ടും അവൻ കുറച്ചു കുട്ടികളെ കൂടെ ഓവർടേക്ക് ചെയ്തു. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച്, അവൻ കുറച്ച് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് ഓടുന്നോണ്ട് ഹി ഫെൽ എ തേർഡ് ടൈം. അവന് ഒരു പ്രാവശ്യം കൂടെ വീണു. അതായത് മൂന്നാമത്തെ പ്രാവശ്യം അവൻ വീണ്ടും വീണു. ടിയേഴ്സ് വെയർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. കണ്ണീര് അവന്റെ കവിളികളിലൂടെ കടന്നുപോയി. റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര് തുള്ളിയായിട്ട് അവന്റെ ചീക്സിലൂടെ പോയി. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ? അവൻ ഇനി എങ്ങനെ രാംനാരായൺസിന്റെ ട്രെയിനിങ്ങിൽ കയറാൻ കഴിയും? ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരന്റ്സ് ദാറ്റ് ഹി വാസ് ടാലന്റഡ്? എങ്ങനെ അവന് സാധിക്കും അത് അവന് ടാലന്റഡ് ആണെന്നുള്ളത് അവന്റെ പാരന്റ്സിനെ പ്രൂവ് ചെയ്യിക്കാൻ ഇനി അവൻ എങ്ങനെ സാധിക്കും? ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. അവനാണ് ആ ട്രാക്കിലെ അവസാനത്തെ കുട്ടി. ഇപ്പോ അവനാണ്, അതായത് തരുണാണ്. ഹി ടേൺഡ് ഹിസ് ഐസ് ടുവേർഡ്സ് ദ സ്റ്റാൻഡ്സ്. അവൻ അവന്റെ കണ്ണുകൾ തിരിച്ച് സ്റ്റാൻഡ്സിലേക്ക് നോക്കി. Then he heard Ramnarayan screaming from somewhere. Come on, Tarun, run. അപ്പൊ അവൻ കേട്ടു രാംനാരായൺ ആർത്ത് വിളിച്ച് പറയുന്നുണ്ട്. എവിടെ നിന്നോ ആർത്ത് വിളിച്ച് രാംനാരായൺ പറയുന്നത് അവൻ കേട്ടു. കമോൺ തരുൺ, റൺ. നിന്നെ കൊണ്ട് കഴിയും എന്നുള്ള പോലെ, കമോൺ റൺ, ഓട് തരുൺ, ഓട് എന്നുള്ള പോലെ അവന് വേണ്ടി ചീറപ്പ് ചെയ്യുന്നത് അവൻ കേട്ടു. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് എ തേർഡ് ടൈം. അതുകൊണ്ട് അവൻ വീണ്ടും എഴുന്നേറ്റു. This 12-year-old determined boy who was last on the track got up and ran with all his strength he had. ഈ 12 വയസ്സുകാരനായ നിശ്ചിത ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഈ ചെറുക്കൻ, അതായത് ഈ പയ്യൻ, ഈ കുട്ടി, who was last on the track, അവനായിരുന്നു ട്രാക്കിലെ ലാസ്റ്റ്. Got up and ran with all his strength he had. അവനുള്ള എല്ലാ ശക്തിയും ആർജിച്ചുകൊണ്ട് അവൻ ഓടി. The crowd was cheering for Pawan, the boy who had won the race. The crowd was cheering for Pawan. Pawan എന്ന കുട്ടിക്ക് വേണ്ടി ക്രൗഡ്, ജനങ്ങള് ചിയറപ്പ് ചെയ്തു. The boy who had won the race. പവാൻ ആണ് ആക്ച്വലി റേസില് വിൻ ആയത്. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. Tarun surprise ആയി. There was a louder applause when he crossed the finishing line last. ഒരു വലിയ കയ്യടി തന്നെ അവൻ ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തപ്പോഴും ഉണ്ടായി. The audience cheered for his determination and his valor for never giving up. അതായത് 3 പ്രാവശ്യം വീണിട്ടും വീണ്ടും തിരിച്ച് എഴുന്നേറ്റ് ഓടി അവന്റെ ഡിറ്റർമിനേഷൻ, അതായത് അവന് ജയിക്കണം എന്നുള്ള ആ ഒരു ഇത് വിട്ടുകൊടുക്കാതെ അവൻ ഓടിയതിൽ ക്രൗഡ്സ് എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കുകയായിരുന്നു. അത് he bowed his head with shame and said to Ramnarayan, I'm sorry sir, I lost.
അവൻ അവന്റെ തല കുനിച്ചുകൊണ്ട് കുറച്ച് നാണത്തോടെ, അതായത് കുറച്ച് നാണക്കേടോടെ രാംനാരായണന്റെ അടുത്ത് പറഞ്ഞു, ഐ എം സോറി സർ, ഐ ലോസ്റ്റ്. എന്നോട് ക്ഷമിക്കണം സർ, ഞാൻ തോറ്റു. അപ്പൊ രാംനാരായണൻ പറഞ്ഞു, നോ സൺ, ടു മീ യു ഹാവ് വോൺ ദ ടഫസ്റ്റ് റേസ്. ഇല്ല മകനെ, ടു മീ, എനിക്ക്, യു ഹാവ് വോൺ ദ ടഫസ്റ്റ് റേസ്. എനിക്ക് നീ ഒരു ടഫസ്റ്റ്, ഏറ്റവും കഠിനമായ ഒരു റേസ് ജയിച്ച പോലെയാണ്. ദ റേസ് ഓഫ് യുവർ ലൈഫ്. ആ റേസ് നിന്റെ ജീവിതമായിരുന്നു. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് അഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. നീ എത്ര പ്രാവശ്യം വീണോ ആ വീഴുന്നതിലെല്ലാം നീ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. നീ ഒരു റിയൽ ലൈഫ് ഹീറോയാണ്. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. നിന്റെ ട്രെയിനിങ് നാളെ തുടങ്ങും. ടരൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. അവന്റെ ചെവികളെ, അതായത് അവൻ കേട്ടതിനെ വിശ്വസിക്കാനായില്ല. ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗൈൻ. കണ്ണുനീര്, അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. ഹി സ്മൈൽഡ് അറ്റ് ഹിസ് മദർ ഹു ഹഗ്ഡ് ഹിം ആൻഡ് സെഡ്. അവൻ അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ആൻഡ് സെഡ്, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. നീയാണ് മികച്ച മകൻ, അതായത് നീയാണ് എന്റെ മികച്ച മകൻ ഇൻ ദ വേൾഡ്, ഏറ്റവും നല്ല മകൻ ഇൻ ദ വേൾഡ്, അത് നീയാണ്. അവന് കേൾക്കേണ്ടിയിരുന്ന, അവന്റെ പാരന്റ്സിന്റെ അടുത്തുനിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വേർഡ് അവൻ ലാസ്റ്റ് കേൾക്കുകയുണ്ടായി. അതോടുകൂടെ ഈ പാഠം അവസാനിക്കുകയാണ്. ലാസ്റ്റായി ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഓദറിനെ പറ്റി നോക്കാം. നിഷ പഞ്ചാബി ആണ് ഓദർ. നിഷ പഞ്ചാബി ഈസ് എ ഫ്രീലാൻസ് റൈറ്റർ ബേസ്ഡ് ഇൻ ലക്നൗ. ഒരു റൈറ്റർ ആണ്. ലക്നൗലാണ്, ലക്നൗ, ഇന്ത്യ. She completed her education including her masters in business administration. അവള് നിഷ പഞ്ചാബി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് including masters in business administration. She was employed by the Lucknow Times, daily magazine of the Times of India, as a freelancer. She blogs at Shimmering Sunshine blogspot.com. The race is an award-winning story in a sports category competition held by the Children's Book Trust, New Delhi, India. ഇനി ഇതില് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who do you like more, Tarun or his brother? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാം, സൈഡിലായിട്ട് ആണ് ഇതുള്ളത്. റീഡ് ആൻഡ് റെസ്പോണ്ട് ആണ്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who do you like more, Tarun or his brother? നിങ്ങളെ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? തരുണിനെയാണോ അതോ അവന്റെ ഏട്ടനെയാണോ? വൈ? എന്തുകൊണ്ട്? ആക്ച്വലി ഞാൻ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ ഐ ലൈക്ക് തരുൺ മോർ ബിക്കോസ് ഹി ഈസ് എ ടാലന്റഡ് റണ്ണർ. എനിക്കിഷ്ടം തരുണിനെയാണ് ബിക്കോസ് ഹീസ് എ ടാലന്റഡ് റണ്ണർ. അവനൊരു കഴിവുള്ള റണ്ണറാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈ ഡിഡ് തരുൺ think that he was the black sheep of the family? തരുൺ എന്തുകൊണ്ടാണ് അവനാണ് ഈ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്? Because his grades could not satisfy his parents, and he is not a good singer, dancer, painter, or even an actor. So he always thought of him as a black sheep of the family. Okay. Your third question now. What were the obstacles before Tarun in pursuing his dreams? Give some suggestions to solve these. ക്വസ്റ്റ്യന്റെ ആൻസർ കുറച്ച് ലോങ് ആണ്, ഞാൻ എഴുതി നോട്ട്സിൽ തരാം, അതാണ് ബെറ്റർ.
സോ ഈ ചാപ്റ്റർ ഫുൾ ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ Q&A ഇടേണ്ടി വരും. ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങളെ തോട്ട്സ് എന്താണെന്ന് അറിയിക്കണം. കാരണം തരുൺ ഒരു നല്ല കഴിവുള്ള, ഉള്ളില് ഒരു ഇൻസ്പിറേഷൻ ഉള്ള, ഒരു ഇന്ന നിലയിൽ എത്തണം, പഠിച്ചിട്ട് മാത്രമല്ല എന്നുള്ള പോലെ ഒരു ഡിറ്റർമിനേഷൻ അവന്റെ ഉള്ളിലുള്ള ഒരാളായിരുന്നു. അവന്റെ ആഗ്രഹങ്ങളും അംബീഷൻസും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാമിലിയിൽ നിന്നായിരുന്നിട്ട് പോലും അവന്റെ ആഗ്രഹത്തിനൊപ്പം, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകം, അതായത് ഈ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. അതേപോലെയാണ് ഈ കഥയിൽ സംഭവിച്ചിട്ടുള്ളത്. ആക്ച്വലി അവന്റെ ഫാമിലി മിഡിൽ ക്ലാസ് ആണ്. ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും കിട്ടാൻ മാത്രം ഒരു ഇതൊന്നും അവന്റെ ഫാമിലി കൊടുക്കാൻ മാത്രം അവന്റെ ഫാമിലിക്ക് ഇല്ലായിരുന്നു. കാരണം അതിന്റെ അമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഇൻ ഹിസ് ഫാമിലീസ് റീച്ച് എന്നാണ് പറയുന്നത്. അതായത് അത്രക്ക് പൈസ കൊടുക്കാൻ പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഹോപ്പ് ഇവര് പഠിച്ചിട്ട് നല്ല നിലയിൽ എത്തുന്നതാണ്. പിന്നെ അവന്റെ ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോളേജിൽ, റെപ്യൂട്ടഡ് കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ് പെർസ്യൂ ചെയ്യുന്ന ഒരാളുമാണ്. അപ്പൊ പിന്നെ എന്തായാലും ഇവനും നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നേ അവർ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷെ ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവും ടാലന്റും അതിനു വേണ്ടിയുള്ള ഒരു ഇത് അവൻ നടത്തുന്നുള്ളതൊന്നും പാരന്റ്സും കരുതുന്നില്ല. കാരണം കുട്ടിയാണ് എന്നുള്ള പോലെയാണ്. പക്ഷെ അവൻ ഓരോ ടൈം ഡിപ്രസ്ഡ് ആവുമ്പോഴും, ഓരോ ടൈം അവനെ തന്നെ മറന്ന് അവന്റെ സങ്കടങ്ങളൊന്ന് ഒഴിച്ച് അവന്റെ മൈൻഡിൽ നിന്നൊന്ന് ഒഴിച്ചു വിടാൻ വേണ്ടിയിട്ട് അവൻ എത്രയോ നേരം, രാത്രിയോ പകലോ എന്നല്ലാതെ ഓടുന്നുണ്ട്. അത് ഇവരെ അറിയുന്നില്ലല്ലോ. പിന്നെന്ന് വെച്ചാ അവന് സ്കൂൾ ബസ് മിസ്സാവുമ്പോ 5 മൈൽസ് അവേ ഉള്ള അവന്റെ സ്കൂളിലേക്ക് അവന് വീട്ടിൽ നിന്ന് ഓടും. അപ്പൊ തന്നെ അറിയാം അവന്റെ കപ്പാസിറ്റി ഓർ എത്രത്തോളം അവന് റണ്ണിങ് ഇഷ്ടമാണെന്നുള്ളത്. അതും തന്നെ കംപ്ലീറ്റ്ലി ഷോർഡ് ആണ്. പിന്നെ ടെർമിനൽ എക്സാംസിൽ ഫെയിൽ ആവുക എന്ന് പറയുന്നത് ഒരു സംഭവം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടെ അത് വല്ലാണ്ട് ഫീൽ ആവും. ചില ഫാമിലീസ് അത് അങ്ങനെയാണ് കരുതുന്നത്, എക്സാംസിൽ ഫെയിൽ ആവുക എന്നുള്ളത്. ആക്ച്വലി എക്സാംസിൽ ഫെയിൽ ആവുന്നത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോ എല്ലാവർക്കും എല്ലാരെയും പോലെ ആവാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോ എക്സാംസിൽ ഫെയിൽ ആയി എന്ന് വരും. അപ്പോ ഫെയിൽ ആവുന്നതും പോരാത്തതിന് വീട്ടിൽ നിന്നുള്ള പ്രഷറും ഫ്രണ്ട്സിന്റെ കളിയാക്കലും അതും ഇതും എല്ലാം കൂടെ അവന് താങ്ങാൻ കഴിയാതെ അവൻ എത്രയോ അവർ ആ പാർക്കിൽ കടന്ന് ഓടുമ്പോഴാണ് രാംനാരായണൻ, അതായത് ഹു വോൺ ദ ഒളിമ്പിക് മെഡൽ ഫോർ 400 മീറ്റർ റേസ് ഇൻ 1960s. 1960s 400 മീറ്റർ റേസിൽ ഒളിമ്പിക്കില് ജയിച്ച ആളാണ് രാംനാരായണൻ എന്നാണ് പറയുന്നത്. അയാള് നമ്മളെ തരുണിനെ കാണുന്നതും അവനെ നല്ലൊരു വഴിയിലേക്ക്, അതായത് അവന്റെ സ്വപ്നങ്ങളിലേക്കുള്ള വഴിയിലേക്ക് അവനെ എത്തിക്കുന്നതും അയാളാണ്, രാംനാരായണാണ്. അദ്ദേഹം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുള്ള ആ റേസിനെ പറ്റി തരുണിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇനി നല്ല പോലെ ഒരു ട്രെയിനറിനെ കിട്ടി അവന്റെ സ്വപ്നത്തിലേക്ക് ലീഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതൊക്കെയാണ് ഈ കഥയിലേക്ക് പറയുന്നത്. എന്താ ആക്ച്വലി കഥ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കണ്ടുപിടിക്കുക തന്നെ വേണം. നമ്മളെ ജീവിതം ഫുള്ള് അപ്സ് മാത്രമല്ല, അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും സംഭവിക്കും. അപ്പോ അതിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം നമ്മള് ജീവിതത്തെ മുന്നോട്ട് കാണാൻ. സോ ഓൾ ദ ബെസ്റ്റ് എവരിവൺ.